അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കെ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കാൻ പോകുന്ന സമാധാന കരാറിന്റെ ധാരണാപത്രം ചോർന്നതുമായി ബന്ധപ്പെട്ട് ആഗോള രാഷ്ട്രീയ രംഗത്ത് വൻ പുകിലുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനിയൻ മാധ്യമങ്ങൾ ഈ രഹസ്യരേഖകൾ പുറത്തുവിട്ടതിനെ തുടർന്ന് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള US ഭരണകൂടം തികച്ചും അക്രമാസക്തവും അപ്രതീക്ഷിതവുമായ ഭീതിയിലാണ് പ്രതികരിച്ചത്. മാധ്യമങ്ങൾക്ക് നേരെയും ഇറാന് നേരെയും രൂക്ഷമായ ഭാഷയിലാണ് വൈറ്റ് ഹൌസ് വക്താക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. വാർത്തകൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയായതോടെ അമേരിക്കൻ മാധ്യമങ്ങൾ ഈ വിഷയത്തിന് അമിത പ്രാധാന്യം നൽകി പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇതോടെ US വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ നേരിട്ട് രംഗത്തിറങ്ങി അമേരിക്കൻ മാധ്യമങ്ങളെ അതിശക്തമായി വിമർശിക്കുകയുണ്ടായി. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ മെഹർ ന്യൂസ് ഏജൻസി നൽകിയ വ്യാജവും അടിസ്ഥാനരഹിതവുമായ അവകാശവാദങ്ങളെ അമേരിക്കൻ മാധ്യമങ്ങൾ വലുതാക്കി കാണിക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം ആഞ്ഞടിച്ചു. അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരാഗ്ചിയും വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണവുമായി രംഗത്ത് വന്നു. എന്നാൽ അമേരിക്കൻ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി തികച്ചും സംയമനത്തോടെയുള്ള സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഈ കരാറിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ഔദ്യോഗികമായി പൊതുജനങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തുന്നതുവരെ ലോകമാധ്യമങ്ങൾ കാത്തിരിക്കണമെന്നും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സമാധാന ചർച്ചകളുടെ ഈ സുപ്രധാന ഘട്ടത്തിൽ അമേരിക്കൻ ഭരണകൂടം ഇത്രയധികം പരിഭ്രാന്തരാകാൻ കാരണം ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരങ്ങളിലെ ചില നിർണായക വ്യവസ്ഥകളാണ്. വർഷങ്ങളായി തുടരുന്ന US ഉപരോധങ്ങൾ പൂർണ്ണമായി നീക്കുമെന്നും ഇറാന്റെ മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ ആസ്തികൾ വിട്ടു നൽകുമെന്നുമുള്ള വിവരങ്ങളാണ് ചോർന്ന രേഖകളിലുള്ളത്. ഈ വിവരങ്ങൾ പുറത്തു വന്നത് ട്രംപ് ഭരണകൂടത്തിന് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ആഭ്യന്തരമായി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളിൽ പലതും തങ്ങളുടെ താൽപര്യങ്ങൾക്ക് അനുകൂലമാണെന്ന് അവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതായി അമേരിക്ക ആരോപിക്കുന്നു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ വെച്ചാണ് ഈ ചരിത്രപരമായ ചർച്ചകൾ നടക്കുന്നത്. ചർച്ചകൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരം ഒരു ചോർച്ചയുണ്ടായത് നയതന്ത്രപരമായ അച്ചടക്കമില്ലായ്മ എന്നാണ് വാഷിംഗ്ടണിന്റെ വിലയിരുത്തൽ. ട്രംപിന്റെ വിശ്വസ്തരും പെന്റഗണും ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തിയിലാണ്. JD വാൻസിന്റെ മാധ്യമങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു പോർമുഖം തുറന്നിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ചില മാധ്യമങ്ങൾ ഇറാന്റെ കെണിയിൽ വീഴുകയാണെന്ന് വാൻസ് കുറ്റപ്പെടുത്തി. മെഹർ ന്യൂസ് ഏജൻസി പുറത്തുവിട്ട കരട് രേഖയ്ക്ക് ഔദ്യോഗികമായ യാതൊരു വിലയുമില്ലെന്ന് അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ടെഹ്റാനിൽ നിന്നുള്ള പ്രതികരണങ്ങൾ തികച്ചും തന്ത്രപരമായിരുന്നു. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇറാൻ ദേശീയ ടെലിവിഷനിലൂടെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അമേരിക്കയുമായുള്ള സമാധാന കരാർ ഒപ്പുവെക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നത് അദ്ദേഹം സമ്മതിച്ചു. എങ്കിലും മാധ്യമങ്ങൾ അനാവശ്യ തിടുക്കം കൂട്ടരുതെന്നും നയതന്ത്ര ചർച്ചകളുടെ സുരക്ഷിതത്വത്തിനായി ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതുവരെ മൗനം പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹോർമസ് കടലിടുക്കിന്റെ നിയന്ത്രണം, ഇറാന്റെ ആണവ പദ്ധതികളുടെ ഭാവി എന്നിവയെല്ലാം ഈ കരാറിന്റെ ഭാഗമാണെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്നാൽ ഈ വിഷയങ്ങൾ തങ്ങൾ തന്നെയാണ് മേൽക്കൈ നേടിയതെന്ന് സ്ഥാപിക്കാൻ ഇരുവിഭാഗവും ശ്രമിക്കുന്നുണ്ട്. ഈ തർക്കമാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയുള്ള പരസ്യമായ വാക്പോരിലേക്ക് നയിച്ചിരിക്കുന്നത്. മാധ്യമപ്രവർത്തകൻ റിഫാദ് ജാവേദ് തന്റെ വിശകലനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സംഭവ വികാസങ്ങൾ ട്രംപ് ഭരണകൂടത്തിന്റെ നയതന്ത്ര പരാജയമായി പ്രതിപക്ഷം ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. അമേരിക്ക ഫസ്റ്റ് എന്ന നയം ഉയർത്തിപ്പിടിക്കുന്ന ട്രംപിന് ഇറാന്റെ മുന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നാൽ അത് വലിയ തിരിച്ചടിയാകും. അതുപോലെ തന്നെ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ കരാർ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അമേരിക്കയുമായി സമാധാനത്തിൽ ഏർപ്പെടുന്നതിനെ എതിർക്കുന്ന കടുത്ത യാഥാസ്ഥിതിക വിഭാഗങ്ങൾ ഇറാനിലുണ്ട്. അവർ വിദേശകാര്യമന്ത്രി അരാഗ്ചിക്കെതിരെ തിരിയാൻ ഈ മാധ്യമ ചോർച്ച കാരണമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ധാരണാപത്രം ഔദ്യോഗികമായി ഒപ്പുവെക്കുമോ അതോ ഈ തർക്കങ്ങൾ കാരണം ചർച്ചകൾ വീണ്ടും വഴിമുട്ടുമോ എന്നാണ് ആഗോള സമൂഹം ഉറ്റുനോക്കുന്നത്. നിലവിലെ യുദ്ധാന്തരീക്ഷത്തിന് വിരാമമിടാൻ ഈ കരാർ അനിവാര്യമാണെന്ന് മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ കരുതുന്നു. അമേരിക്കൻ മാധ്യമങ്ങൾ തങ്ങൾക്ക് നേരെ ഉയർന്ന വിമർശനങ്ങളെ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട്. വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് തങ്ങളുടെ കടമയാണെന്നും വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നുമാണ് അവരുടെ വാദം. എന്നാൽ വാൻസിന്റെ നേതൃത്വത്തിലുള്ള റിപ്പബ്ലിക്കൻ ക്യാമ്പ് ഈ ന്യായീകരണങ്ങൾ തള്ളിക്കളയുകയാണ്. അരാഗ്ചിയുടെ പ്രസ്താവനയിലൂടെ ഇറാൻ തങ്ങളുടെ നയതന്ത്ര പക്വത തെളിയിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ആഗോള നിരീക്ഷകർ വിലയിരുത്തുന്നത്.
അമേരിക്കയിൽ പരിഭ്രാന്തി പടരുമ്പോഴും ഇറാൻ സമാധാന ചർച്ചകളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന പ്രതിച്ഛായ ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. എന്നാൽ അണിയറയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. റിഫാത്ത് ജാവേദിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം വൈറ്റ് ഹൌസിലെ അടിയന്തര യോഗങ്ങൾ സൂചിപ്പിക്കുന്നത് ട്രംപ് ഭരണകൂടം ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നാണ്. കരാറിന്റെ ഒപ്പുവെക്കൽ ചടങ്ങ് പോലും മാറ്റിവെക്കാൻ അമേരിക്ക ആലോചിക്കുന്നതായി ചില കേന്ദ്രങ്ങൾ സൂചന നൽകുന്നു. ഈ അസാധാരണ സംഭവ വികാസങ്ങൾ മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. ദശാബ്ദങ്ങളായി തുടരുന്ന ശത്രുത അവസാനിപ്പിക്കാനുള്ള ഒരു സുവർണാവസരമാണ് ഇപ്പോൾ മാധ്യമ യുദ്ധങ്ങളുടെയും ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെയും നിഴലിലായിരിക്കുന്നത്. മാധ്യമ ചോർച്ചകൾ നയതന്ത്ര ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ US-ഇറാൻ തർക്കം. രണ്ട് വലിയ ശക്തികൾ തമ്മിലുള്ള ചർച്ചകളിൽ സുതാര്യതയും രഹസ്യാത്മകതയും എത്രത്തോളം പ്രധാനമാണെന്ന് ഇത് തെളിയിക്കുന്നു. ട്രംപിന്റെ ആക്രോശങ്ങളും വാൻസിന്റെ മാധ്യമ വിമർശനങ്ങളും അരാക്സിയുടെ തന്ത്രപരമായ സംയമനവും എല്ലാം ചേരുമ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയം കലുഷിതമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്.